ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 62. ഇന്നാണ് വിവോയുടെ T4 അൾട്ര എന്ന ഫോൺ ഇറങ്ങിയത്. 38,000 രൂപ ആണ്. ആ പ്രൈസിന് അത് വേർത്തല്ലടി, കാര്യം പറയാല്ല, വേർത്തല്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ഫോണിന് കുറവുണ്ട്. 9300+ ഒക്കെയാണ് ചിപ്സെറ്റൊക്കെ ആയിട്ട് വരുന്നത് ഡിമെൻസിറ്റിയുടെ. അതൊക്കെ കൊള്ളാം, നല്ല പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ സ്റ്റോറേജ് UFS 3.1 ആണ്. അത്രയും 38,000-40,000 രൂപയുടെ ഫോൺ 3.1 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ക്യാമറ ആണെങ്കിൽ 3x ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട് 50 MB. അങ്ങനെ ക്യാമറ വൈസ് കുറച്ച് കൊള്ളാം. പക്ഷേ അതിലെടുത്ത ഫോട്ടോസൊക്കെ നോക്കിയ സമയത്ത് ഭയങ്കര ഷോക്കാട്ടോ. അത്രയൊന്നും ഇല്ല, അത്രയും സ്പെക്ക് കൊടുത്തിട്ടും നല്ലൊരു ഫോട്ടോസൊന്നും നല്ല അതിൽ കിട്ടുന്നത്. പിന്നെ നല്ല ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. ബാറ്ററി 5500 mAh ഒക്കെയാണ് വരുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ നാളെ ഇടും കേട്ടോ. വീഡിയോ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ ആ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഒരു നോർമൽ ഫോൺ, ബെസ്റ്റോ ഗുസ്റ്റോ ഒന്നും പറയാനില്ല, നോർമൽ ആയിട്ടുള്ളൊരു ഫോൺ. പിന്നെ iOS 26 19 അല്ല 26 ആണ് ഇപ്രാവശ്യം ഉള്ളത്. എല്ലാം macOS ആണെങ്കിലും tvOS ആണെങ്കിലും watchOS എല്ലാം ആ ഒരു ഇയറിനെ റെപ്രസെൻറ്റേറ്റ് ആണ് ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാറ്റങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മാറ്റങ്ങളുണ്ട്. അതായത് നമ്മളൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഫോണിൽ ഈ പറയുന്ന ഈ നല്ലോണം കസ്റ്റമൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഈ തീമൊക്കെ മാറ്റുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ലോഞ്ചറൊക്കെ കയറ്റാറുണ്ട്. ആ ലോഞ്ചറിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ കാണാറില്ല. ആ രീതിയിലുള്ള ഒരു സ്റ്റൈലാണ് ഇപ്രാവശ്യം iOS 26 വന്നത്. അതായത് ഒരു ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ് ഇവർ വന്നത്. അതാണ് ഓർമ്മ വന്നത്. പിന്നെ വിൻഡോസിൻ്റെ വിസ്റ്റ എന്ന് പറഞ്ഞൊരു സംഭവം പണ്ടുണ്ടായിരുന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്തൊക്കെ ഞാനൊക്കെ ജനിച്ച സമയത്തൊക്കെ ആയതുകൊണ്ട്, ജനിച്ചല്ല എന്നാലും ചെറുപ്പമായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയാറില്ല. അപ്പം അങ്ങനെ ചില ആൾക്കാർ അതുപോലെയാണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാത്തതുകൊണ്ട് അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ അതുപോലെയാണെന്നുള്ളത്. ഞാൻ കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽസ് നോക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതാണ്, മാറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയത് സാംസങ്ങിനെ പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഇറക്കിയിട്ടുള്ളത്. ആ ഒരു കുറച്ചും കൂടെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ബീറ്റ വേർഷനാണ്, ആരും പോയി ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ പണി കിട്ടും. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ബഗ്ഗും നല്ല ഹീറ്റിംഗ് പ്രോബ്ലം ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഫോണൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അല്ലാതെ പ്രൈമറി ഫോണിൽ പോയിട്ട് ആരും ചെയ്യാൻ നിൽക്കരുത്, റിസ്ക് ആണ് കേട്ടോ, ചെയ്യേ വേണ്ട. പിന്നെ ആൻഡ്രോയിഡ് 16 ഇപ്പോൾ പിക്സൽ ഫോൺസിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആൻഡ്രോയിഡ് 16 വലിയ മാറ്റങ്ങളൊന്നും ഇപ്രാവശ്യം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ റിയൽമിയുടെ വീണ്ടും ഒരു ചാത്തൻ ആ സെയിം ഡിസൈനും വെച്ചുകൊണ്ട് വീണ്ടും റിയൽമി ഇങ്ങനെ ഫോൺ ഇറക്കിയാണ്. നാസോ 80 ലൈറ്റ് എന്ന മോഡലാണ്. 6000 mAh ബാറ്ററി. ബാക്കി കാര്യങ്ങളൊന്നും അവരിപ്പോൾ റിവീൽ ചെയ്തിട്ടില്ല. റിവീൽ ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഡിസൈനും ആ ഒരു എക്സാക്ട് സാധനമാണ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഒരു ഫോൺ 73 അങ്ങനെ എന്തോ ഒരു ഫോൺ ഇറക്കിയിട്ടുണ്ടായിരുന്നു 10K റേഞ്ചിൽ. 64 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ടാണ് ആ ഫോൺ ഇറക്കിയത്. വീണ്ടും ആ ഒരു സെയിം ടിപ്പിക്കൽ ഡിസൈനിൽ അതേ സെയിം സ്പെക്കിൽ വീണ്ടും ഒരു ഫോൺ. എന്തിനാണെന്നറിയില്ല, റിയൽമി ഇങ്ങനെ മാട്ട ഫോൺസ് ഒക്കെ ഇറക്കുന്ന ഒരുപാട് നാളായി കേട്ടോ. ഒരുപാട് ഫോൺസ് ഉണ്ട്. ഇപ്പം 4-5 ഫോൺസ് ഉണ്ട് തോന്നി ഇത് എക്സാക്ട് സാധനം വെച്ചോണ്ട്. എനിക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ട്. വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫോൺസ് റിയൽമിയുടെ വെറുതെ ഇറക്കുന്ന ഫോൺസ് എന്തിനാണെന്ന് പോലും അറിയത്തില്ല. അമ്മാതിരി ഊള ഫോൺസാണ് റിയൽമി ഇപ്പോൾ. കുറച്ച് വെറുതെ അവർക്ക് എല്ലാ വീക്കിലും ഒരു ഫോൺ ഇറക്കണം. മാസത്തിലല്ല, ഇപ്പോൾ വീക്കിലാണ് അവർ ഫോൺ ഇറക്കുന്നത്. വീണ്ടും അതിന് കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ പേജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഒരു ചാത്തൻ ഫോൺ. പിന്നെ മോട്ടറോള ഒരു അടിപൊളിയായിട്ടുള്ള ഫോൺ ഇറക്കിയിട്ടുണ്ട്. മോട്ടറോള Edge 16 എന്ന മോഡലാണ്. 60. അപ്പം അത് നല്ലൊരു ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ. 26,000 രൂപക്ക് നല്ലൊരു ക്യാമറ ഇടുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല ക്യാമറ ഒക്കെ വരുന്നുണ്ട് ആ ഫോണിൽ. ബാക്കിയുള്ള സ്പെക്കൊക്കെ ആണെങ്കിൽ Edge 60 ഫ്യൂഷൻ ഉണ്ടായ എക്സാക്ട് സാധനമാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ക്യാമറയിൽ കുറച്ചധികം ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു 60 എന്ന മോഡൽ ഉണ്ട് എന്നേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. നല്ലൊരു ഫോണാണ് ആ ഒരു മോട്ടറോള. എപ്പോഴും ഇറക്കുന്ന പോലെ തന്നെ ആ ഒരു നല്ലൊരു ഗുഡ് ഫോൺ ഇറക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ പോക്കോ F7 എപ്പം വരുന്ന കമൻറ്റ്സ് വരാറുണ്ട്. ഈ ഒരു മാസം ലാസ്റ്റ് ഒക്കെ ആയിരിക്കും ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ ഡിസൈൻ ഇപ്പം ചെറുതായിട്ടൊന്ന് ലീക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് ചൈനയിൽ ഇറങ്ങിയ റെഡ്മി ടർബോ 4 പ്രോയൊക്കെ അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ക്യാമറ മൊഡ്യൂൾ ഉണ്ടാകും. ഈ രീതിയിലുള്ള ക്യാമറ മൊഡ്യൂൾ ആയിരിക്കും എന്നും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒഫീഷ്യലായിട്ടൊന്നും ആ രീതിയിലുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല, ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ആകപ്പാട് അക്ഷയ് കുമാർ ഒരു ടാപ്പ് പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ മാത്രമേ പറ്റുള്ളൂ. ടാപ്പിനൊന്നും ഫ്രീ കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ പോക്കോന്ന് എഴുതിയൊരു ടാപ്പ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ മാത്രം റിവീൽ ചെയ്തില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങൾ എന്തായാലും അവർ റിവീൽ ചെയ്യും കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. എന്തായാലും ഈ ഒരു മാസം ലാസ്റ്റ് എന്തായാലും പോക്കോ F7 റിലീസ് ചെയ്യും. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഓപ്പോയുടെ ഒരു കിടിലം ഫോൺ കൂടെ വീണ്ടും വരുന്നുണ്ട്. കിടിലം ഫോണാണ് വരുന്നത്.
അതായത് ഓപ്പോയുടെ K13X എന്ന മോഡൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ K12Xും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരുന്നു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു K12X ആയിരുന്നു റീസെൻ്റ്ലി ഇറക്കുന്നത് ബെസ്റ്റ്. പിന്നെ ഇപ്പോൾ K13 ഇറങ്ങി, ഇപ്പോൾ K13X ഇറങ്ങുന്നുണ്ട്. ഒരു 12,000 ആ റേഞ്ചിൽ വരുന്നൊരു മോഡലാണ്. ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതിന് ഒരു കൺഫ്യൂഷനും വേണ്ട. കാരണം ഓപ്പോയുടെ K സീരീസ് ബെസ്റ്റാണ്. ഇതുവരെ ഇറക്കിയ 3 ഫോൺസും ദി ബെസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ K13 വേറെ ലെവലായിരുന്നു. പൊക്കി പറയാനേ പറ്റുള്ളൂ ഓപ്പോനെ പറ്റി. അപ്പോൾ അത്രക്കും നല്ല ഫോൺ ആയിരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കമ്മിങ് സോൺ പോസ്റ്ററൊക്കെ തന്നെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്, പേജൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ മാസം കൂടി എന്തായാലും ആ ഒരു അടുത്ത ആഴ്ചയോ ഒക്കെ തന്നെ ആ ഒരു ഫോൺ എന്തായാലും റിലീസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഐക്യൂടെ പുതിയ ഫോൺ, അതായത് ഐക്യൂടെ Z10X എന്ന മോഡൽ, അതിൻ്റെ കൂടുതലായിട്ടുള്ള സ്പെക്കൊക്കെ തന്നെ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഡിമെൻസിറ്റിയുടെ 6300 ചിപ്സെറ്റ്, ഇതേ സെയിം ചിപ്സെറ്റാണ് C9 ലൈറ്റിലും ഉണ്ടായത്, ഒരു വ്യത്യാസമില്ല. IP69 റേറ്റിംഗ് സെയിം ആണ് C9 ലൈറ്റിൽ ഉണ്ടായത്. പിന്നെ 6000 mAh ബാറ്ററി, കഴിഞ്ഞവരാണെങ്കിൽ 5000 mAh, ആ റേഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സ്ലിം ആണെന്ന് പറയുന്നുണ്ട്. ഡെഫിനറ്റ്ലി സ്ലിം ആയിരിക്കില്ല, കാരണം S25 എഡ്ജ് ആണല്ലോ ഇവിടെ ലൈറ്റ് വേർഷനായിട്ട് കൊണ്ടുവരുന്ന IQ. അപ്പോൾ എന്തുകൊണ്ടും അതൊരു സ്ലിം മോഡലായിരിക്കും. അപ്പോൾ ഡിസൈൻ വൈസ് എഡ്ജ് S25 എഡ്ജിൻ്റെ സെയിം സാധനമാണ് കൊണ്ടുവരുന്നത്. നോക്കാം ഇനി. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസൈനൊക്കെ കോപ്പി അടിക്കുന്നുണ്ടാവും, ഒന്നും വലിയൊരു കാര്യമായിട്ടൊന്നും ആരും നോക്കാനൊന്നും വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഇത്രയും ടെക് ന്യൂസാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു വീഡിയോ ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ.